ചിറ്റടി നാട് വികസനത്തിന്റെ കൊടുമുടിയിൽ കയറിയതുകൊണ്ട് നോട്ടയ്ക്ക് ഒരു വോട്ട് എന്നൊക്കെയാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് തോമസ്. ഇതാണ് വീട്. എന്താണ് ഈ നോട്ടയ്ക്ക് ഒരു വോട്ട് എന്നൊക്കെ പറഞ്ഞത്? നോട്ടയ്ക്ക് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 16-ാമത്തെ വയസ്സിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പുകാരനാണ്. അപ്പൊ അന്ന് മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് വരുന്ന ആളാണ്. അപ്പൊ ഇവിടെ സ്ഥിരതാമസമായിട്ട് ഒരു 37 വർഷത്തോളമായി. അപ്പൊ അന്ന് മുതൽ ഇങ്ങോട്ട് ഞാൻ കണ്ടുവരുന്ന ഈ 18 വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇവരിങ്ങനെ മാറി മാറി ഭരിക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ ഒരു പുരോഗതിയും ഈ നാട്ടിൽ ഞാൻ കണ്ടില്ല. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഒന്ന് കറുപ്പിച്ചു, കരണ്ട് വന്നു. ഇതൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോ അധികാരികൾ കേൾക്കാത്തത് കൊണ്ടാണ് ഇതാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊക്കെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥനയുമായി ഇവർക്ക് ഇറങ്ങേണ്ടി വന്നത്. 35 ലക്ഷം രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കുടിവെള്ള പദ്ധതിക്ക് ഈ 35 ലക്ഷം രൂപ മുടക്കിയിട്ട് നമുക്ക് നാട്ടിൽ 3 നേരം വെള്ളം കൊടുത്താൽ മതി. 3 മാസം നമ്മൾ കൊടുക്കാൻ പറയണ്ട, 1 മാസം കൊടുക്കാനുള്ള 3 നേരം വെള്ളം കൊടുക്കാൻ പറ്റേണ്ട ഒരു സർക്കാരിന്റെ 35 ലക്ഷം രൂപ മുടക്കിയിട്ട് അതിന് പോലും സാധിച്ചിട്ടില്ല. ഇനി പറയണത് മഴക്കാലം വരട്ടെ, നമുക്കൊന്ന് പരീക്ഷിക്കാമെന്നാണ് പറയുന്നത്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും ഇന്ന് പറഞ്ഞില്ലേ പിന്നെ എന്ന് പറയാനാ അല്ലേ ചേട്ടാ? ആലക്കോട് പഞ്ചായത്തിലെ തേർത്തല്ലിക്കടുത്ത് ചിറ്റടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ്. എനിക്ക് പിറകിൽ ഒരു ബോർഡ് കാണാം, നോട്ടയ്ക്ക് ഒരു വോട്ട് എന്നാണ് പറയുന്നത്. ഇവർ കുറച്ച് ദിവസമായി ഏതാണ്ട് ഒരു 10-20 ചെറുപ്പക്കാർ ഈ ചിറ്റടി വാർഡിലെ ഓരോ വീടാന്തരം കയറിയിറങ്ങുകയാണ്. നിങ്ങൾ ഇത്തവണ നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. എന്താണ് അവരെ അങ്ങനെ പ്രേരിപ്പിച്ചതെന്ന് ഇവരോട് തന്നെ ചോദിക്കാം, അതാ നല്ലത്. എന്താണ് വികസനം? നാടൊട്ടാകെ വികസനത്തിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോഴും നമ്മുടെ ഈ പ്രദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വികസന രംഗത്ത് പിന്നോക്കം പോവുകയാണ്. ഞങ്ങൾക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി പോലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത ഞങ്ങൾ തിരിച്ചറിയാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നമുക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥ. ഇത് ഒരു അരാഷ്ട്രീയവാദമാണെന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷനില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു നോക്കി, അവിടെ നടന്നില്ല. ഇനി ആകെയുള്ള ഒരു ഓപ്ഷൻ ഈ തെരഞ്ഞെടുപ്പാണ് അല്ലേ? എന്താണ് പേരെന്താ? സുമേഷ് പാർട്ടി പ്രവർത്തകനായിരുന്നു? പാർട്ടി പ്രവർത്തകരല്ല, നമ്മൾ ഈ നാട്ടിൽ ഇടതുപക്ഷ അനുഭവമുള്ള ആൾക്കാരാണ്. ആൾക്കാരും നാടിനു വേണ്ടി കലഹിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനങ്ങൾ ഇല്ലാതായപ്പോൾ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരൊന്ന് കലഹിച്ചു നോക്കാം. കലഹിക്കൽ എങ്ങനെ വോട്ട് ബഹിഷ്കരണമെന്നാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് തോന്നി വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് എന്ത് കാര്യം? നോട്ടക്ക് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ നാടിന്റെ കലഹം അധികാരവർഗ്ഗങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതിലൂടെ ഈ നാടിന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ, അതായത് റോഡ്, കുടിവെള്ളം, ഒരു തെരുവിളക്ക്, ഇതുപോലുള്ള ആവശ്യങ്ങൾ പോലും സ്വാതന്ത്ര്യം കിട്ടി 80 കൊല്ലമായിട്ടും നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ സ്വയം നാണം കെട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ചിറ്റടിയിൽ നിന്ന് വന്ന പ്രദേശത്ത് ഈ ബോർഡിൽ തന്നെ അത് കാണാൻ കഴിയും. കുടിക്കാൻ വെള്ളമില്ലാത്ത, സഞ്ചരിക്കാൻ റോഡില്ലാത്ത, കളിക്കാൻ സ്ഥലമില്ലാത്ത, വായിക്കാൻ ലൈബ്രറി ഇല്ലാത്ത, നടക്കാൻ വഴിവിളക്കില്ലാത്ത, വിൽക്കൽ വാങ്ങലുകളുള്ള ഭൂമിയില്ലാത്ത, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് യോഗ്യതയില്ലാത്ത, അവകാശങ്ങൾക്ക് വേണ്ടി കലഹിക്കാൻ പ്രസ്ഥാനങ്ങളില്ലാത്ത, അഭ്യസ്ത തൊഴിൽ കേന്ദ്രങ്ങൾക്ക് അർഹതയില്ലാത്ത, അതിനകത്ത് വിൽക്കൽ വാങ്ങലുകളുള്ള ഭൂമി ഇല്ലാത്ത എന്നൊരു വേർഡ് കണ്ടു. എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഇവർ പറയുകയാണ്, ഏതാണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് സ്ഥലം വിൽക്കണം വെച്ചാൽ ഇത് മേടിക്കാൻ ആരും വരത്തില്ല. കാരണം ഒരു അടിസ്ഥാന സൗകര്യമില്ലാത്ത ഒരു കുഗ്രാമമാക്കി ഈ ചിറ്റടിയെ മാറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിനാണ് അധികൃതർ ഉത്തരം നൽകേണ്ടത്, രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരം നൽകേണ്ടത് അല്ലേ? എന്താ പേരെന്താ? റീന. നിങ്ങളൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ഈ നോട്ടേക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ വീടുകൾ കയറുകയാണ്? അതെ. ഞാൻ ഇവര് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഒന്നുമില്ല, ഞാൻ ജനിച്ചു വളർന്നത് ഈ നാട്ടിലാണ്. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു വീട് വരെയില്ല. എന്റെ മക്കൾക്ക് ഇപ്പം 18-17 വയസ്സായി. ഒരു വീട് വരെ ഞങ്ങൾക്ക് താമസിക്കാൻ. ഞാൻ ഈ വിജയാടന്റെ വീട്ടില് വാടകയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്. ഈ നാട്ടിൽ ജനിച്ചു വളർന്നത്. ഒരു പാർട്ടിക്കെതിരെയുള്ള സമരമല്ല, മറിച്ച് ഇവിടുത്തെ മുന്നണികൾക്കെതിരെ മാറി മാറി ഈ ഇരിക്കൂർ ഭരിച്ച ആളുകൾക്കെതിരെ, പഞ്ചായത്ത് ഭരിച്ച ജനപ്രതിനിധികൾക്കെതിരെ, ഈ വാർഡ് ഭരിച്ച ജനപ്രതിനിധികൾക്കെതിരെ അവരോടുള്ള ഒരു പ്രതിഷേധമാണ് ഈ സമരം അല്ലേ? ദീർഘകാലമായിട്ട് നമ്മൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് നമ്മുടെ വാർഡിൽ. അതേപോലെ തന്നെ ഇരിക്കൂർ ഭരിക്കുന്നത് 50 വർഷത്തിൻ്റെ അടുത്ത് കോൺഗ്രസ് ആണ്. ഇവർ രണ്ടാളും നമ്മളെ ചിറ്റടി നാടിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ കളിസ്ഥലത്തിൻ്റെ കാര്യമായാലും കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മളോട് പറഞ്ഞത് കളിസ്ഥലം അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവിടെ റെഡിയാക്കി തരുന്നതാണ്. എന്നാൽ പക്ഷേ നമ്മളെ കുട്ടികളെ യുവാക്കളെ മൊത്തത്തിൽ അവഗണിച്ചിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോട് ഒന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ്. പക്ഷേ നമുക്കതിൽ ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മുടെ നിലപാടിൽ നമ്മൾ പിന്നോട്ട് പോകുന്നില്ല എന്നാണ് നമുക്ക് പറയാം. നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് നോട്ടയ്ക്ക് ഒരു വോട്ട് എന്ന ആവശ്യവുമായി ഇവർ വീടാന്തരം കയറി ഇറങ്ങുന്നത്. എന്താണ് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മെയിനായിട്ട് കുടിവെള്ള പ്രശ്നമാണ്.
അതിന് ഇതുവരെ ഒരു പരിഹാരം ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇലക്ഷൻ നാളെയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ 7 മണി മുതൽ രാവിലെ 5 മണിക്കൊക്കെ പോയി ക്യൂ നിന്ന് തങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്നവരാണ് നിങ്ങളൊക്കെ, അല്ലേ? അല്ലേ? ഇപ്പോഴും നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർമ്മയുണ്ട്. 70 വയസ്സ് കഴിഞ്ഞവരോടൊക്കെ ഞങ്ങൾ നോട്ടൊക്കെ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത്, അല്ലേ? നമ്മൾ ഈ നാട്ടിലെ 70 വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധരായ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്, സർക്കാർ വേണ്ടത് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ നിലപാടിനൊപ്പം നമ്മുടെ നിലപാടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നിങ്ങൾ ഇനിയുള്ള കാലം കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ യുവത ഇതിനെതിരെ പ്രതികരിച്ച് നോക്കട്ടെ, പ്രതിഷേധിച്ച് നോക്കട്ടെ, നോട്ടൊക്കെ വോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഈ നാടിന് പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളൊരു പരിശ്രമം മാത്രമാണ്. ഒരു പരിശ്രമമാണ്. ആ പരിശ്രമത്തിലൂടെയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അവസാനിപ്പിക്കാം നമുക്ക്. എന്തായാലും വീഡിയോ ഇന്ന് പുറത്തുവിടും. നാളെ ഇവരുടെ മനസ്സ് മാറുമോ എന്ന് ഞാൻ പലതവണ ഇവരോട് ചോദിച്ചു. ഇത്തവണ മനസ്സ് മാറില്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് മാറിയാൽ അടുത്ത തവണ നമുക്ക് നോക്കാം എന്നാണ് ഇവർ നൽകിയ ഉത്തരം. എന്തായാലും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.